എന്തുട്ടാ ഓണം എക്സാം എല്ലാം കഴിഞ്ഞ് എന്താ പരിപാടി? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓണം എക്സാമിന് നിരാശരായിട്ട് പാരൻസിനെ നിങ്ങൾ നിരാശപ്പെടുത്തി, നിങ്ങളെ ടീച്ചേഴ്സിനെ നിരാശപ്പെടുത്തി, അവനവൻ തന്നെ നിരാശരായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടുനോക്കുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങൾ എങ്ങനെ ഇനി എന്താ ചെയ്യാൻ പോകണേ? വല്ല ഐഡിയ ഉണ്ടോ? എന്താ ചെയ്യാൻ പോവുക? സാർ ഞങ്ങൾ കംബാക്ക് അടിക്കും. നിങ്ങൾ കംബാക്ക് അടിച്ചിരിക്കും. എങ്ങനെ നിങ്ങൾ കംബാക്ക് അടിക്കുക? നിങ്ങൾ യൂട്യൂബ് പോയി സെർച്ച് ചെയ്യും എങ്ങനെ ഹൗ ടു സ്കോർ ഫുൾ A+ ഇൻ 4 months. ഇനി 4 months ആണ് നമ്മൾ പബ്ലിക് എക്സാമിനുള്ളത്. പബ്ലിക് എക്സാമിലേക്ക് പോകുന്നതിന് മുന്നേ എങ്ങനെ ഫുൾ A+ വാങ്ങിക്കാൻ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യും. നിങ്ങൾ പലതും കാണും, പല വീഡിയോസും കാണും, പലരുടെയും വീഡിയോസ് കാണും. നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും. 1 day സാർ പറയണം 1 day. ആ 1 day കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും 2 മാസം കഴിഞ്ഞിട്ട് കംബാക്ക് അടിച്ചാൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും. കാരണം മറ്റൊന്നുമില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ആർട്സ്, സ്പോർട്സ്, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള കല്യാണം, നിങ്ങളുടെ കുടുംബത്തിലെ കല്യാണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോവും. നിങ്ങൾ 4 മാസം സാറ് എഴുതി വെച്ചോ മക്കളെ, സാറ് പറയണം എഴുതി വെച്ചോ, നിങ്ങൾ 4 മാസം ഒന്നും പഠിക്കാൻ പോകില്ല. അതിനുശേഷം നിങ്ങൾ വീണ്ടും വരും 2 മാസം കഴിഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യും ഹൗ ടു ഗെറ്റ് ഫുൾ മാർക്സ് ഇൻ അല്ലെങ്കിൽ ഫുൾ A+ ഇൻ 2 months എന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യും. എന്നിട്ട് നിങ്ങൾ നോക്കും, നിങ്ങളുടെ സമയമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠിക്കും എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ, നിങ്ങൾ 2 മാസം കൊണ്ട് ഫുൾ മാർക്ക് മേടിച്ച് കംബാക്ക് അടിക്കാന്നൊരു സാധനം ഉണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ 2 മാസം ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊന്നും ചെയ്യാൻ പോകില്ല. നിങ്ങൾക്ക് അവിടെ കൂട്ടുകാരനോട് ട്രിപ്പ് പോകാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യാൻ പോകും? ഫുട്ബോൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഓക്കെ ഫൈൻ, റെഡി. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. നിങ്ങൾ 2 മാസം ഒന്നും പഠിക്കില്ല എന്നുള്ളൊരു ഫാക്റ്റാണ് സാർ മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം നിങ്ങൾ 2 മാസം കഴിഞ്ഞ് വീണ്ടും വരും. വീണ്ടും വന്നിട്ട് സാർ പറയണം മക്കളെ, നിങ്ങൾ വീണ്ടും സെർച്ച് ചെയ്യും ഹൗ ടു സ്കോർ ഫുൾ A+ ഇൻ 1 month. ഒരു മാസം കൊണ്ട് എങ്ങനെ എടുക്കാൻ പറ്റും? പരീക്ഷയ്ക്ക് ചിലപ്പോൾ പബ്ലിക് എക്സാമിന് ഒരു മാസം മുന്നേ ആയിരിക്കും നിങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞ സാധനം യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് 1 shot ലൈവ്സും 1 shot വീഡിയോസും ഒരുപാട് കാര്യങ്ങളും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് എക്സാമിനർ മാത്രമല്ല മറ്റു പല പ്ലാറ്റ്ഫോംസിന് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് അടിച്ചിട്ട് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്ന ഒരു ടൈമുണ്ട്. എന്താ ചെയ്യുക, എന്താ പഠിക്കുക, ആരുടെ പഠിക്കുക, അത് ഒരുപാട് കടൽ പോലെ കിടക്കണ്ടല്ലോ. എന്താ ചെയ്യാന്ന് അറിയാണ്ട് നിങ്ങൾ നോക്കും. സാറ് പറയുകയാണ് നിങ്ങളൊരു തേങ്ങയും പിന്നെയും പഠിക്കാൻ പോകില്ല. അതിനുശേഷം നിങ്ങൾ നോക്കും ഹൗ ടു ഗെറ്റ് ഫുൾ മാർക്സ് അല്ലെങ്കിൽ ഫുൾ സിലബസ്, ഹൗ ടു കംപ്ലീറ്റ് ഫുൾ സിലബസ് ഇൻ 1 week. ഒരാഴ്ച കൊണ്ട് ഫുൾ സിലബസ് നിങ്ങൾ ചിന്തിക്കുക. കടൽ പോലുള്ള സിലബസ് എങ്ങനെ തീർക്കും എന്നുള്ള കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതിലും കൂടുതൽ വീഡിയോസും അതിലും കൂടുതൽ ഷോർട്സും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കണോ, യൂട്യൂബിൽ വീഡിയോ കാണണോ, കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കണ ടൈമുണ്ട്. ആ ടൈമിൽ നിങ്ങൾ പാളിപ്പോവും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ പറ്റാത്തൊരു നിൽക്കുന്നൊരു കണ്ടീഷനിലേക്ക് നിങ്ങൾ എത്തിപ്പോവും. ആകെ ടെൻഷൻ അടിച്ചിട്ട് 1 week ഉണ്ടല്ലോ, ഒരാഴ്ച ഉണ്ടല്ലോ, അവിടെയും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തലേന്ന് പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ തലേന്ന് വന്നിട്ട് 1 shot ലൈവുകൾ കാണാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് മേടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ നിങ്ങൾ തോറ്റു. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല, ഞാനാ പറയണേ. ഓക്കെ, വേറൊന്നും കൊണ്ടല്ല മക്കളെ, നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം മുന്നോട്ട് പോകുമ്പോൾ. ഇനിയുള്ള സമയത്തെങ്കിലും, ഇനിയുള്ള ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്മസ് എക്സാം തൊട്ട് അങ്ങോട്ടേക്ക് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റ് പണ്ടറങ്ങി പോകും. ഓക്കെ റെഡി? അപ്പോൾ ഇത്ര ഉള്ളൂ സാറിന് പറയാൻ വേണ്ടിയിട്ട്. മേക്ക് റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ ഗോൾസ് അല്ലെങ്കിൽ ടാർഗറ്റ്സ് എന്ന് വെക്കുക. വേറൊന്നും കൊണ്ടല്ല. ഈ പറഞ്ഞിട്ടുള്ള 4 മാസം അല്ലെങ്കിൽ 2 മാസം 1 മാസം 1 week കൊണ്ടൊന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോകില്ല. നിങ്ങൾക്ക് പതുക്കെ ഇന്ന് തൊട്ട് നിങ്ങൾ തിന്നു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഓരോ കാര്യമാകുമ്പോഴത്തേക്ക് അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നും വിശപ്പ് എന്ന് പറഞ്ഞ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വയറെന്നറിയില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, നിങ്ങൾ ബുക്കിൻ്റെ ഒരു പരിസരം പോലും എത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ദിവസം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അച്ചീവബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. 4 മാസം കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യാനോ അല്ലെങ്കിൽ 4 മാസം കൊണ്ട് ഫുൾ A+ കിട്ടാനുള്ള മാസ്റ്റർ പ്ലാനോ കാര്യങ്ങളോ ഒന്നുമല്ല സാർ പറയണത്. ഡെയിലി വൈസ് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നുണ്ട്, ഓരോ ചെറിയ കാര്യങ്ങൾ എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. നിങ്ങൾ അറിഞ്ഞിരിക്കുക ഫുൾ സിലബസ് കവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഫുൾ പഠിച്ചു തീർക്കണതോ അങ്ങനെയൊന്നുമല്ല സാർ പറയണത്. നിങ്ങൾ ചെറുതായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുക. അവസാനം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് മാറ്റി പിടിക്കുക. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണെങ്കിൽ തലേന്ന് വന്നിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ തലേന്ന് വന്നിരുന്ന് ഞാൻ എന്തും പഠിച്ചാൽ എൻ്റെ തലയിൽ കയറും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റി വെച്ചിട്ട്, നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഒന്ന് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈഗോ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇന്നോട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മിനിമം 2 മണിക്കൂറെങ്കിലും ദിവസം നിങ്ങൾ പഠിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും, ഞാനാണ് പറഞ്ഞത്. ഓക്കെ, ഇത് മോട്ടിവേഷനോ കാര്യങ്ങളൊന്നുമല്ല, ആക്ച്വൽ ട്രൂത്ത് ആൻഡ് ഫാക്ട്സ് ആണ്. ഓക്കെ ഫൈൻ, റെഡി? അപ്പോൾ മിനിമം നിങ്ങൾ 2 മണിക്കൂറെങ്കിലും നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങൾ ഡ്രീം ചെയ്യുക, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്ന കാര്യം ഡ്രീം ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ആ ദിവസം നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ പ്രൗഡാക്കുന്ന ദിവസം, ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അതേ പാരൻസും അതേ ടീച്ചേഴ്സും നിങ്ങൾ പറഞ്ഞാൽ അവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു ഡ്രീം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക, നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറയുകയാണ്, നിങ്ങളിത് എക്സാമിൻ്റെ തലേന്ന് ഇത് വന്ന് കണ്ടാൽ യാതൊരുവിധ പ്രയോജനം കിട്ടാമുള്ള ഈ വീഡിയോ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക? ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലാൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയാക്കുക. വേറൊന്നുമില്ല, ഇത് മോട്ടിവേഷനോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക്
പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ദാറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം മക്കളെ. താഴെ കാണുന്ന ഒരു നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പേടി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക, അടിപൊളിയാക്കുക. ആരും ഒരു കാരണവശാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാതെ പഠിക്കരുത്. മൈൻഡ് സെറ്റ് മാറ്റുക, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.